നമസ്കാരം. ഫോളോ അപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് എത്രത്തോളം കുറച്ച് മാത്രമാണ് പങ്കാളിത്തമുള്ളത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ ഒരു സമയമാണല്ലേ. നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു കാര്യത്തിലുള്ള അടിപിടിയാണ്. പബ്ലിക്കലി ഉള്ള അടിപിടിയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ വോട്ട് ചെയ്യാൻ പോയ സമയത്ത്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് കൂട്ടിക്കോളൂ. ഒരു കോൺഗ്രസ്സുകാരനായ എനിക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല ആരാണ് അടുത്ത 5 വർഷത്തെ എൻ്റെ മുഖ്യമന്ത്രി എന്ന്. അത് അറിയാനുള്ള ഒരു അവകാശം നിങ്ങൾ ആദ്യം തന്നെ എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം പറയില്ല, അത് MLA-മാരാണ് തീരുമാനിക്കുന്നത്. ഈ പറയുന്നത് കേട്ട അവരെന്തോ നമുക്കെന്തോ ഒരു സൗജന്യം ചെയ്തു തരുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കെന്തോ ഒരു വലിയ കാര്യം നടത്തി തരുന്ന പോലെയാണ് അവരത് പറയുന്നത്. അത് സത്യത്തിൽ നിങ്ങളൊരു ഒളിച്ചോട്ടം നടത്തുന്നതല്ലേ. നിങ്ങൾക്കത് പറയാനുള്ള ത്രാണിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് ത്രാണിയില്ല. നിങ്ങൾക്കതിനുള്ള വിൽ പവറില്ല. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്താൽ അയാൾ ജയിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ പറയാതെ. അടുത്ത തവണയെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് പറയാനുള്ള ഒരു മിനിമം വിവേകമെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ദയവ് ചെയ്ത് കാണിക്കണം. കാരണം എന്താണെന്നറിയാമോ? അടുത്ത ഒരു 5 വർഷം ഭരണചക്രം തിരിയുമ്പോൾ പൊതുജനം എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും ഇല്ല അവിടെ. ഞങ്ങൾക്കവിടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അടുത്ത 5 വർഷം രാഷ്ട്രീയത്തിൽ എന്തൊക്കെ നടക്കണം, ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, എത്ര പാലം പണിയണം, എത്ര രൂപ മുടക്കണം, കേരളത്തിൽ എത്ര റോഡുണ്ടാവണം, ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ ഞങ്ങളോട് നിങ്ങൾ ആരും ചോദിക്കാറില്ല. ഞങ്ങളെ സുഖിപ്പിച്ചുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമെന്നല്ലാതെ റിയാലിറ്റിയിൽ ഞങ്ങൾക്കിതിൽ ഒരു പ്രാതിനിധ്യവുമില്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഒരപേക്ഷ മാത്രം, ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോകുന്ന അത്രയും സമയത്ത്, ഇനി അടുത്ത ഒരു 15 ദിവസത്തേക്ക് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള അടിപിടിയെങ്കിലും ഞങ്ങളുടെ മുൻപിൽ നിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റി നിർത്തണം. കാരണം എന്താണെന്നറിയാമോ? മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങളുടെ ഒരു ഇൻറ്റേർണൽ കാര്യമായി മാറി. ഞങ്ങൾക്ക് അതിലൊരു വോയിസ് ഇല്ല. മിനിമലി അത് നിങ്ങൾ ഉള്ളിൽ തന്നെ ഒന്ന് നടത്തിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഈ പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തവരെ നിങ്ങളിങ്ങനെ അപമാനിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. എവിടെയെങ്കിലും മത്സരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും ഹൈക്കമാൻഡ് തീരുമാനിക്കും. അപ്പൊ ഈ കോൺഗ്രസിലുള്ള എന്തോ ഒരു കാര്യമാണ് ഈ ഹൈക്കമാൻഡ്. ഒന്നെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം. ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും എയറിലുണ്ട്. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വേണുഗോപാലാണെന്ന്. പക്ഷേ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വേണുഗോപാൽ പറയുന്നത് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അപ്പോൾ വേണുഗോപാൽ അല്ലായിരിക്കും ഹൈക്കമാൻഡ്, അല്ലെ? അതല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ വേണുഗോപാൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ ഹൈക്കമാൻഡ്? നിങ്ങൾ എപ്പോഴും ഈ ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരമായി. പ്ലീസ്. താങ്ക് യു.